ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റിക്കൊക്കെ എങ്ങനെ പടി എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ആദ്യമൊക്കെ നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്ന രീതിയിലുള്ള പടിയല്ല. ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ചുളിവ് ഒന്നുമില്ലാണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് പടികളൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഒരെണ്ണം ക്യാൻവാസ് വെച്ച് ഒരെണ്ണം ക്യാൻവാസ് ഇല്ലാണ്ടുമാണ് ചെയ്തേക്കുന്നത്. രണ്ട് പടിയും രണ്ട് ടൈപ്പിൽ രണ്ട് മോഡലിലാണ് ചെയ്തേക്കുന്നത്. ഒരെണ്ണം അറ്റം സ്ക്വയർ ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ അറ്റം ഇങ്ങനെ വി ഷേപ്പ് പോലെ കേട്ടോ. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്ത് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റഫായിട്ടാണ് തയ്ച്ച് കാണിക്കുന്നത്. അതിന് ഞാനിപ്പോൾ ഈ യോക്കിൻ്റെ മോഡലിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ നെക്കും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ പടി പിടിപ്പിക്കാം എന്നുള്ളതും കൂടിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നെക്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ ഞാനിവിടെ പടിക്ക് ഓപ്പൺ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മടക്കി ആ ഭാഗവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പൺ ചെയ്യേണ്ട ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പടി ഫിനിഷിങ്ങിൽ 1 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഞാനത് മടക്കി എടുത്തേക്കുന്നത്. അപ്പം ഇതിപ്പോൾ 1 ഇഞ്ച് ഉണ്ട് കറക്റ്റ്. അപ്പോൾ അതിന് വേണ്ട തയ്യൽ തുമ്പൊക്കെ കണക്കാക്കി എടുത്തിട്ട് മടക്കി തേച്ചെടുത്തേക്കണം കേട്ടോ. ഇതുപോലെ തേച്ചെടുത്തേക്കണം. എന്നിട്ട് മോൾ ഭാഗം ഒരു നെക്ക് അടിച്ചെടുത്താണല്ലോ. അപ്പോൾ മോൾ ഭാഗം നമ്മളിവിടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മറിച്ചെടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ നെക്ക് അടിച്ചിട്ടില്ലെങ്കിൽ മോൾ ഭാഗം ഒന്നും ചെയ്യേണ്ട. നെക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഫേസിങ് വെച്ച് അടിക്കുമ്പോൾ അതിൽ പൊക്കോളും. ഇതിപ്പോൾ ഞാൻ 2 പീസ് കൂടെ മുകളിൽ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ സെൻറ്ററിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്ര ലെങ്ത്തിൽ അത് വെട്ടിയെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ സിമ്പിളാണ്. ഇതിന് കൂടുതലൊന്നുമില്ല. എളുപ്പമാണെന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ ആ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ തയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഈ പടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് താഴെ ചിലപ്പം ആ ഷേപ്പ് വരുത്തുന്നിടത്തൊക്കെ ചിലപ്പോൾ ചുളുക്ക് പോലെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാവുമ്പോൾ ആ കുഴപ്പമൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ തയ്ച്ചെടുക്കണ പോലെ തന്നെ പടി വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ആ തുമ്പ് അവിടെ വെച്ച് കറക്റ്റായിട്ട് ആ കട്ട് ചെയ്തില്ല ആ ഭാഗം വരെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്തില്ലേ ആ ഭാഗം വരെ ആ പടിയുടെ പടിയുടെ ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് കയറ്റി വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും സ്റ്റിച്ചിങ് കൊണ്ടിട്ടുണ്ട് കേട്ടോ. മുകളിൽ അടിച്ചാണ് സ്റ്റിച്ച്, അടിയിൽ അതുപോലെ കൊണ്ടിട്ടുണ്ട്. അത് ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പടിയുടെ ആ അറ്റത്തു കൂടെയും ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതാണ് മുകളിൽ തന്നെ പടിയാണ് കേട്ടോ ഇത്. ഈ പടിയുടെ ഉൾഭാഗത്ത് നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഉൾഭാഗത്താണ് കേട്ടോ, പുറം ഭാഗമല്ല. പുറം നമുക്ക് കാണേണ്ട ഭാഗമാണല്ലോ. ഉൾഭാഗത്തുനിന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ തയ്യൽ തുമ്പിൻ്റെ അത്രയും ഭാഗം പടിയുടെ പീസ് മാത്രം കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ മുകളിലത്തെ പടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടിയിലത്തെ പടി നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റായിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിൽ വെച്ച് അടിച്ചു കൊടുത്താൽ മതി. നമ്മളകത്തേക്ക് ഇടേണ്ട തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് എന്തോരം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് പറയാൻ പറ്റും. എന്നിട്ട് ഇവിടെ കെട്ടിട്ട് അടിച്ച് അറ്റത്തേക്ക് അടിച്ച് നിർത്താം. ഓപ്പൺ എത്ര ഉണ്ടോ അത്രയും വരെ അടിച്ച് നിർത്താം. 2 പടിയും അതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പടിയുടെ അറ്റത്തു കൂടെയും ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഈ പടിയുടെ കട്ട് ചെയ്യേണ്ടത് പുറം ഭാഗത്താണ്. നമ്മൾ ആദ്യം ചെയ്തത് മുകളിൽ വന്ന പടിയുടെ ഭാഗം ഉള്ളിലാണ് കട്ട് ചെയ്തത്. ഈ പടിയുടെ ഉൾഭാഗത്താണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഉൾഭാഗത്തു നിന്നല്ല, പുറം ഭാഗത്ത്. അത് ഉള്ളിൽ പോണ പീസാണ്. അത് കാരണം നമ്മൾ പുറം ഭാഗത്താണ് കട്ട് ചെയ്യണത്. അവിടെ കട്ട് ചെയ്താലും പുറത്തത് കാണയില്ല.
എന്നിട്ട് നമ്മളതിൻ്റെ അരിയത്തിൽ കൂടെ ഒരടി കൊണ്ട് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ ഒരു ചുളുക്ക് മുകളിൽ വരും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ കേട്ടോ. ഇപ്പോൾ ഞാൻ പടി മുകളിലൊപ്പം വെച്ചിട്ട് താഴെ ബോക്സ് പോലെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളാണ്, ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മൾ നൈറ്റിയൊക്കെ എല്ലാവരും തയ്ക്കണവരല്ലേ. അപ്പോൾ ഈ നൈറ്റി അടിക്കുമ്പോൾ എനിക്ക് പടിയുടെ ഇത് പ്രത്യേകിച്ച് കാണിച്ചു തരണ്ടല്ലോ. ഞാൻ അറിയാൻ പാടില്ലാത്തവർക്കും ഈ മെത്തേഡൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പടി ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇതിവിടെ അടിച്ചെടുക്കുക. ഇവിടെ വേണമെങ്കിൽ സ്ക്വയറായിട്ടും ചെയ്യാം കേട്ടോ. വി ഷേപ്പ് എടുക്കാൻ പറ്റാത്തവർക്ക് സ്ക്വയറും ചെയ്യാം. ഇത് തേച്ചെടുക്കുമ്പോൾ തന്നെ വി ഷേപ്പ് നമ്മൾ വെച്ച് തേക്കണമെങ്കിൽ തയ്ക്കാനും എളുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ വി ഷേപ്പിലാണ് എടുക്കുന്നത്. ആ ഷേപ്പിൽ തന്നെ നമ്മൾ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ആദ്യം അടിച്ചില്ലേ, അടിച്ചതിൻ്റെ മുകളിൽ കൂടെ ഒരടിയും കൂടി അടിച്ച് നിർത്തണം. ഇത്രേ ഉള്ളൂ പടിയുടെ സ്റ്റിച്ചിങ്. നല്ല സിമ്പിളാണ്. പടി ചെയ്തിട്ട് ശരിയാവാത്തവർക്കൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യാട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ എനിക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇതിപ്പോൾ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒന്ന് മാത്രമാണ്. രണ്ട് ഭാഗത്തും നമ്മൾ ആകെ ഒരു സ്റ്റിച്ചേ പടിയുമ്പോൾ കൊടുക്കണുള്ളൂ. ആ സ്റ്റിച്ച് രണ്ട് ഭാഗത്തും കൊള്ളണ്ടോ എന്ന് മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇവിടെ പടിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ. എത്ര വേഗം നമുക്ക് പടി അടിക്കാൻ പറ്റിയെന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ട് തന്നെ അടിക്കാൻ പറ്റി. ക്യാൻവാസ് വെച്ചുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പടി ഞാൻ കാണിക്കുന്നത് ക്യാൻവാസ് ഇല്ലാത്തതാണ്. അതും കൂടി നമുക്ക് എങ്ങനെയെന്നൊന്ന് നോക്കാം. അത് വേറൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. മുകളിൽ മടക്കി അടിച്ചേക്കുന്നത് നെക്കിൻ്റെ ഭാഗം ഫേസിങ് വെച്ച് അടിച്ചതുപോലെ സൂചിപ്പിക്കാനാണ് അങ്ങനെ മടക്കി അടിച്ചേക്കുന്നത്. ഇത് ഞാൻ ക്യാൻവാസ് ഇല്ലാണ്ടാണ് തയ്ക്കുന്നത്. ഇതും 1 ഇഞ്ച് വീതി തന്നെയുണ്ട്. ഇതേപോലെ പീസ് എടുത്തിട്ട് ഒരു 3 ഇഞ്ച് വീതിയിലൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ മടക്കി തയ്യൽ തുമ്പ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് 1 ഇഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് മറിച്ചെടുക്കാം. 2 പടി അതുപോലെ തന്നെ മറിച്ചെടുക്കണം. അപ്പോൾ കഴുത്ത് ഫിനിഷിങ് ചെയ്തതിൻ്റെ ഇതിനാണ് മുകളിൽ അങ്ങനെ അടിച്ച് നമ്മൾ മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 ഞാനിവിടെ ഇതേപോലെ അടിച്ചിട്ട് ഒരെണ്ണം മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യണില്ല, മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്കിവിടെ ഒരു 5-5.25 ഇഞ്ച് ഓപ്പൺ മതി. അതിനിവിടെ ഞാനിവിടെ ഒരു 6.5 ഇഞ്ചിൽ ഇത് മാർക്ക് ചെയ്യുന്നുണ്ട്. പടിയുടെ നീളം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 6.5 ഇഞ്ചിൽ പടിയുടെ നീളം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5-5.25 മതി. അപ്പോൾ നമുക്ക് 6.5 ഇഞ്ചിലെടുത്താൽ ആ ബോക്സും കൂടി അതിനകത്ത് പെടുത്തി അടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗം തേച്ച് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ 2 ഭാഗത്തും 1/2 ഇഞ്ച് വെച്ച് വിട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പടി ഇങ്ങനെ വരണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പടി ഇങ്ങനെ തേച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ പടിയുടെ ഭാഗത്തും ഒരു 6.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് ബോഡി പാർട്ടുമ്പോൾ മാർക്ക് ചെയ്തത് 6.5 ഇഞ്ചാണല്ലോ. ആ ലെങ്ത്ത് തന്നെ പടിയുമേയും അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കണതിൻ്റെ സെൻറ്ററിൽ ഇത് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ പടി വയ്ക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടേക്കുന്ന ഭാഗം ഒരു ഭാഗം അപ്പുറത്തേക്കും ഒരു ഭാഗം ഇപ്പുറത്തേക്കും കണക്കാക്കി വേണം കേട്ടോ ഓപ്പൺ ചെയ്തിടാൻ. എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും തയ്യൽ തുമ്പ് നമുക്കവിടെ അതിനകത്താണല്ലോ കയറ്റി അടിച്ച് വെക്കേണ്ടത്. അപ്പം 2 ഓപ്പൺ ഭാഗം ഒരു വശത്തേക്ക് ആയിപ്പോയി വരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഭാഗം അപ്പുറത്തേക്കും ഒരു ഭാഗം ഇപ്പുറത്തേക്കും. അപ്പോൾ മുകളിൽ തന്നെ പടി ഇതേപോലെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. എന്നിട്ട് വേണം ഇതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അത് മാറിപ്പോയരുത്. നമുക്കിങ്ങനെ മടക്കി ഇടുമ്പോൾ മുകളിൽ തന്നെ പടി ഇതിൻ്റെ അടിയിൽ വെച്ചെടുത്തെങ്കിലാണ് ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്ക് മുകളിൽ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഈ ഭാഗം അപ്പോൾ വലതുവശത്തെ പടി നമ്മളിപ്പോൾ ഏത് കൈവശത്തെ പടി അടിയിലാണല്ലോ ബട്ടണും ആ രീതിയിലാണ് നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടേണ്ടത്. ഹുക്കൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാനിത് പിൻ ചെയ്ത ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോണേ കേട്ടോ. അപ്പോൾ പിന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ആ ഭാഗം നമുക്ക് പടിയുടെ ബോക്സായിട്ട് വരുത്തേണ്ട ഭാഗമാണ് കേട്ടോ, അടിഭാഗം. അപ്പോൾ അത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറിച്ചിടുമ്പോൾ ഇങ്ങനെ വരും. വലതുവശത്തെ പടി മുകളിലും ഇടതുവശത്തെ പടി അടിയിലോട്ട് വന്നിട്ടുണ്ട്. എന്താ ഇങ്ങനെ വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കൂടുതലുള്ള ആ തയ്യൽ തുമ്പ് വെട്ടിക്കളയാം. എന്നിട്ട് ഇനി സെൻറ്റർ ഓപ്പൺ ചെയ്ത് നമുക്ക് പടി പിടിപ്പിക്കാം. ഇതുവരെ നമ്മൾ സെൻറ്ററൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായില്ല. ഇതേപോലെ സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ പടിയുടെ ഈ ഭാഗത്ത് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ഭാഗത്ത് നിന്ന് ആ പടിയുടെ അങ്ങോട്ട് ഒരു വി ഷേപ്പിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറ്റത്തേക്ക് ചേർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പടിയുടെ ആ ഭാഗത്ത് ഒരു പോയിൻ്റ് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ പടി അടിച്ച് വരുമ്പോൾ ആ തയ്യൽ തുമ്പിൻ്റെ ആ കട്ടിങ് ആ പാടവിടെ കാണും. അപ്പോൾ ഇത് പടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ തയ്യൽ തുമ്പ് കയറ്റുമ്പോൾ ഈ ഒരു പോയിൻ്റ് ഇങ്ങനെ വിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് പടിയുടെ ഉള്ളിലേക്ക് ഈ തയ്യൽ തുമ്പ് കയറ്റി വെച്ച് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തോളം കയറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിയിൽ സ്റ്റിച്ചിങ് വീണിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അത് മാത്രമേ ഈ പടിയിൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഈസിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള പടിയുടെ സ്റ്റിച്ചിങ് ആണിത്. നമ്മൾ നൈറ്റിയും കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ പടി വെച്ച് തയ്ക്കുമ്പോൾ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്ത്. അപ്പോൾ ഈ പടിയുടെ ഈ സ്റ്റിച്ചിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അറ്റത്ത് കൂടെ ഉള്ള സ്റ്റിച്ചിങ് ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മറ്റേ പടിയുടെ ഇതിന് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിന് ഞാൻ ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ മറ്റേ പടിയും നമുക്ക് അടിച്ചെടുക്കാം. ഇതിപ്പോൾ വലതുവശത്തെ പടി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇടതുവശത്തെ പടി നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇടതുവശത്തെ പടിയാണ് നമ്മൾ പഠിച്ചെടുത്തതാണ്. ഇനി വലതുവശത്തെ പടിയും കൂടി നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കണതുകൊണ്ട് തയ്യൽ തുമ്പ് എന്തോരം കയറ്റാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു 5.25 ഇഞ്ച് ഓപ്പൺ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഓപ്പൺ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്തിട്ട് പടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 പടിയുടെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് അടിക്കാനുള്ളൂ. അതിനാദ്യം തന്നെ നമുക്ക് പടി ഒപ്പം വെച്ച് മുകളിൽ നേരത്തെ ചെയ്തിട്ട് തന്നെ പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതൊരു സൗകര്യവും കൂടിയാണ്. പടി കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു 1.25 ഇഞ്ച് അളവിലാണ് പടി ഇവിടെ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ 6.5 ഇഞ്ചിലാണല്ലോ പടി ഓപ്പൺ ചെയ്തത്. ഈ 6.5 ഇഞ്ച് തന്നെ കറക്റ്റ് ആ പടി ഉണ്ടാവും. അപ്പോൾ ഒരു 1.25 ഇഞ്ചിലാണ് ഞാനിവിടെ ബോക്സ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി ഒരു 5.25 ഇഞ്ച് നമുക്ക് ഓപ്പൺ കിട്ടും. അപ്പോൾ അത് തന്നെ നമ്മളവിടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് ആ ബോക്സ് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കണം. ഇങ്ങനെ അടിക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഇത് ബോക്സായിട്ട് മാത്രമേ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടിയിൽ വി ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ പടിയുടെ സ്റ്റിച്ചിങ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഈ പടി ഇങ്ങനെ തയ്ച്ചെന്ന് വെച്ച് നമുക്ക് ഒരു കാലത്ത് ഈ പടിക്ക് ഒരു കേടും വരാൻ പോണില്ല. ഒരു തരത്തിൽ അവിടെ സ്റ്റിച്ചിങ് ഇവിടെ കീറിപ്പോവുകയോ ഒന്നും ചെയ്യൂല. ഇതിപ്പം ഞാൻ തയ്ച്ച് ആദ്യം അടിച്ച സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഉൾഭാഗം ഇതുപോലെ ഇരിക്കും. ആ ഭാഗത്തുള്ള കറക്റ്റ് തയ്യൽത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അല്ലേ, ഒരു തരത്തിലൊരു വൃത്തികേടുമില്ല, ഒരു ചുളുക്കുമില്ല, ഒരു ചെരിവുമില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ പടി ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.